പല്ലെടുത്തു കഴിഞ്ഞാൽ അതിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് വളരെ റെയറാണ്. പല്ലെടുക്കുന്നത് രാത്രിയിൽ പറ്റില്ല. ഫുഡ് ഡെബ്രീസോ കാര്യങ്ങളോ കയറി ഇരുന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം മുതൽ സിവിയർ ആയിട്ട് വേദന പോലെയാണ്. ഒരു പല്ലെടുത്തു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നമുക്കൊരു പല്ല് തിരിച്ചു വെക്കാൻ പറ്റും? ഡോക്ടർ, നമ്മളിപ്പോൾ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ പല്ലെടുക്കുക എന്നുള്ളത് മെയിൻലി നമ്മൾ ചെയ്യാറുണ്ട്, എപ്പോഴും ചെയ്തു വരുന്നവരും. എന്നാൽ ഈ പല്ലെടുത്തു കഴിഞ്ഞാൽ അതിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. നോർമൽ ടൂത്ത് എക്സ്ട്രാക്ഷൻസിന് സാധാരണഗതിയിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. സാധാരണഗതിയിൽ പിറ്റേ ദിവസം തന്നെ ജോലിക്ക് പോകാവുന്ന ഒരു സെറ്റപ്പിലാണ് നോർമൽ ടൂത്ത് എക്സ്ട്രാക്ഷൻ. പിന്നെ ഇത് കോംപ്ലിക്കേറ്റഡ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ പല്ലിൻ്റെ സ്ട്രക്ചർ വളരെ മോശവും പല്ലിൻ്റെ പല റൂട്ട്സുകളും ഡാമേജ്ഡ് ആയിട്ടുള്ളതും അതിന് വളവുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അത് സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന ഒരു പല്ല്, ഇങ്ങനെയൊക്കെയുള്ള കർവ്ഡ് റൂട്ട്സ് ഒക്കെ വരും. ഡിഫിക്കൽട്ട് ഒരു പ്രൊസീജിയർ വരുമ്പോഴാണ് അതിന് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഈ ബുദ്ധിമുട്ടുകൾ കൂടുന്നത്. അപ്പം നോർമലി ഉണ്ടാവുന്നത് നമ്മൾ സമയം കൂടുതലെടുത്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിന് 2-3 ദിവസത്തേക്ക് കുറച്ച് നീരും വാതുറക്കം ബുദ്ധിമുട്ടും ഒരു 4-5 ദിവസം വരെ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം ടേക്കൺ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള ഇതല്ലാതെ അത് മരുന്നുകൾ വേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള അല്ലാതെ വേറേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നത് നമ്മൾ പ്രൊസീജിയർ റിലേറ്റഡ് മാത്രമായിരിക്കില്ല. ചിലപ്പോൾ ആ പല്ലിൻ്റെ പൊസിഷൻ കൊണ്ടും ആവാം. ഒരു ഞരമ്പുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു പല്ലെടുക്കുമ്പോൾ ഞരമ്പിലേക്ക് ചെറിയ പ്രഷർ വരുന്നതുകൊണ്ട് ചെറിയ മരവിപ്പ് പോലെ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. നോർമൽ ടൂത്ത് എക്സ്ട്രാക്ഷൻ സാധാരണ റൊട്ടീനായിട്ട് പ്രൊസീജിയർ ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ല. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ തേർഡ് മോളർ അഥവാ നമുക്ക് വിസ്ഡം ടൂത്ത് എന്നുള്ള എക്സ്ട്രാക്ഷൻസ്, അല്ലെങ്കിൽ അത് ഇമ്പാക്ഷൻ എന്ന് പറയാം നമുക്ക്, അപ്പോൾ അത് എടുത്തു കളയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും? തേർഡ് മോളാർ നമ്മൾ നോർമലി പൊസിഷനിലുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ തേർഡ് മോളാർ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എടുക്കുന്ന ഇമ്പാക്റ്റഡ് ടൂത്ത് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരാൻ സ്ഥലമില്ല, തടസ്സമായിട്ട് അകത്ത് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നീരും വേദനയൊക്കെ വരുമ്പോഴാണ്, അങ്ങനെ സിറ്റുവേഷനിലാണ് നമ്മൾ സാധാരണ തേർഡ് മോളാർസ് എടുക്കുന്നത്. അപ്പം നോർമലി ഇതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളതനുസരിച്ചിരിക്കും നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ ഡിഫിക്കൽട്ടിയും അതനുസരിച്ച് അതിൻ്റെ കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഡീപ്പായിട്ടൊരു ഇമ്പാക്ഷൻ ആണ്, അതിൻ്റെ തൊട്ട് താഴെ കൂടെയാണ് മാൻഡിബുലർ നെർവ് കനാലൊക്കെ പോകുന്നത്. അപ്പോൾ അതിന് ഡാമേജ് വരുവാണെങ്കിൽ നമുക്ക് ചെറിയ മരവിപ്പ് പോലെയൊക്കെ വരും, പാരസ്തീഷ്യ പോലെ വരും. അപ്പോൾ അത് എത്രത്തോളം ഡാമേജ് ഉണ്ടെന്നുള്ള അനുസരിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചില സമയത്ത് ജസ്റ്റ് ഇതിൻ്റെ മേളിലിരിക്കുന്നതായിരിക്കും, നമ്മളിത് എടുക്കുമ്പോൾ ചെറിയൊരു പ്രഷർ ഇഫക്റ്റേ ഉള്ളെങ്കിൽ ചെറിയൊരു പാരസ്തീഷ്യ ചെറിയൊരു ഇതുപോലെ ഉണ്ടാവുള്ളൂ. അത് 3-4 മാസം കൊണ്ട് അത് പതുക്കെ റിക്കവർ ചെയ്ത് വരും. പക്ഷേ ഇത് നെർവ് കട്ടായി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇനി ഇതിൻ്റെ പല്ലിന് റൂട്ടിന് അകത്തൂടെയാണ് ഇപ്പോൾ ഒരു നെർവ് കയറി ഇറങ്ങി പോകുന്നതെങ്കിൽ പല്ലൊക്കെ എടുത്ത് വലിക്കുമ്പോൾ അത് നെർവ് കട്ടായാലാണ് ഈ മരവിപ്പ് സ്ഥിരമായിട്ട് നിൽക്കാനുള്ളൊരു സാധ്യത. അത് വളരെ റെയറാണ്. നോർമലി ഈ ഉണ്ടാവുന്ന പാരസ്തീഷ്യ ഇതെന്നൊക്കെ നോർമലായിട്ട് റിക്കവർ ചെയ്യും പേഷ്യൻസ്. പിന്നെ ഇപ്പോൾ നമുക്ക് CBCT പോലെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് കൊണ്ട് 3 ഡയമെൻഷനിൽ നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പ്രീ ഓപ്പറേറ്റീവായിട്ട് നമുക്ക് അറിയാം നമുക്ക് ഈ പല്ലെവിടെ ഇരിക്കുന്നത്, പല്ലിന്ന് എത്ര ദൂരെയാണ് ഈ കനാലിരിക്കുന്നത്, നെർവ് ഇരിക്കുന്നതെന്ന് നമുക്ക് മില്ലിമീറ്റർ കണക്കിന് നമുക്ക് കറക്റ്റായിട്ട് പോയിന്റ് ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കെയർഫുള്ളായിട്ട് സെക്ഷൻ ചെയ്ത് അതിനെ ആ രീതിയിൽ ഡാമേജ് ആവാത്ത രീതിയിൽ സൂക്ഷിച്ചെടുക്കണമെന്നേ ഉള്ളൂ. പക്ഷേ അത് ഒരു പരിധി വരെ പ്രിവെൻറ്റബിൾ ആണ്. ഡോക്ടർ, അതുപോലെ പലരും ഇപ്പോൾ പണ്ടത്തെ ആളുകളായിരിക്കും കൂടുതൽ പറയാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പല്ലെടുക്കുന്നത് രാത്രിയിൽ പറ്റില്ല, രാവിലെ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കൂടുതലും അതിനോട് ഡോക്ടർ എത്രത്തോളം യോജിക്കുന്നു? ഈ പണ്ട് കാലത്ത് പറയും രാവിലത്തെ സമയത്ത് എടുക്കുകയാണ്, പേഷ്യൻറ്റും ഫ്രഷ് ആയിരിക്കും ഡോക്ടറും ഫ്രഷ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പണ്ട്. ഇന്നത്തെ കാലത്തെ ജീവിത രീതിയുടെ ഇത് വെച്ചിട്ട് അത് പോസിബിൾ അല്ല. അപ്പോൾ ഏത് സമയത്തും പല്ലെടുത്താൽ നോർമൽ ഒരു വൂണ്ട് പോലെ ബിഹേവ് ചെയ്യുള്ളൂ. പക്ഷേ അങ്ങനെ പറയാനുള്ള ഒരു റീസൺ, രാത്രി ഒരു കുറച്ച് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എല്ലാം ആയിരിക്കണം അതിൻ്റെ ഒരു കാര്യം. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുമ്പോഴാണ് രണ്ട് രോഗിക്കും ഡോക്ടർക്കും പ്രൊസീജിയർ ചെയ്യാനാണ്. പിന്നെ ബ്ലീഡിങ് എന്തെങ്കിലും വന്ന് രാത്രി ഉറങ്ങുന്നൊരു സമയത്ത് കിടക്കുവാണല്ലോ, നമ്മൾ രാവിലെ ആണെങ്കിൽ നമ്മളൊരു കുറേ സമയം നമ്മൾ എഴുന്നേറ്റിരിക്കും. അപ്പോൾ പല്ലെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ എഴുന്നേറ്റിരിക്കുന്നതാണ് നല്ലത്, ബ്ലീഡിങ് നിൽക്കുന്നവരെ നമ്മൾ കിടക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കണം ഇതിങ്ങനെ പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാത്രി വരെ പ്രാക്ടീസ് ചെയ്യുന്നതും 24 hour കൂടുന്ന ക്ലിനിക്കുകളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് ഇത് പോസിബിൾ അല്ല. പക്ഷേ വിത്ത് ഗുഡ് കെയർ കാര്യങ്ങൾ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കായിട്ട് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഇപ്പോൾ പല്ലെടുത്തു കഴിഞ്ഞാൽ ഡ്രൈ സോക്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, അതായത് ഫുഡ് ഡെബ്രീസോ കാര്യങ്ങളോ കയറി ഇരുന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അത് എത്രത്തോളം എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ? പല്ലെടുത്തു കഴിഞ്ഞാൽ സാധാരണ ഒരു മുറിവ് ഉണങ്ങുന്നത് അതിനകത്ത് ആ ക്ലോട്ട് അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്, ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ക്ലോട്ട് ഡിസ്പ്ലേസ്ഡ് ആയാലാണ് ഈ ഡ്രൈ സോക്കറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. എന്ന് വെച്ചാൽ പല്ലെടുത്ത 2-ാമത്തെ 3-ാമത്തെ ദിവസം മുതൽ സിവിയർ ആയിട്ട് വേദന പോലെയാണ് വരിക.
അതിന് ഉള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആ സോക്കറ്റ് കാണുമ്പോൾ പല്ലെടുത്ത ഭാഗം കാണുമ്പോൾ അസ്ഥി ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന പോലെ കാണും. അതിന് ഒരു ഡ്രസ്സിങ് പോലെ വെച്ചിട്ടാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. എവറി ഓൾട്ടർനേറ്റ് ഡേ ഡ്രസ്സിങ് മാറ്റേണ്ടി വരും. അതൊരു 3-4 ഡ്രസ്സിങ് എങ്കിലും വേണ്ടി വരും. അപ്പോൾ ആ വൂണ്ട് പതുക്കെ കവർ ചെയ്ത് വരുന്നവരെ കുറച്ച് ദിവസത്തേക്ക് ചെറിയ പെയിൻ ഉണ്ടാവും. ആൻറ്റിബയോട്ടിക് ഒന്നും ആവശ്യമില്ല. ഈ ഡ്രസ്സിങ് നമ്മൾ ഹോസ്പിറ്റൽ ഡെൻ്റൽ ക്ലിനിക്കിൽ പോയിട്ട് 2 ദിവസം കൂടുമ്പോൾ 4-5 തവണ മാറ്റേണ്ടി വരും. അതാണ് ഡ്രൈ സോക്ക്. അപ്പോൾ നമ്മൾ ഒരു പല്ലെടുത്തതിന് ശേഷം ഒരുപാട് കുലുക്കുഴിയായിരിക്കുക, സ്മോക്കിംഗ്, അതേപോലെ വായിക്കകത്ത് പ്രഷർ കൂടുന്ന സ്ട്രോ ഉപയോഗിച്ച് കുടിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഫെക്ഷൻ ഒരു റീസണാണ്. ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഈ ക്ലോട്ട് ഡിസിറ്ററേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതൊരു തിയറിയാണ്. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ തന്നെ പോയി കണ്ട് അതിനുള്ള ആ ഡ്രസ്സിങ് വെക്കുക എന്നുള്ളതാണ് അതിനുള്ള. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു പല്ല് എടുത്തു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നമുക്കൊരു പല്ല് തിരിച്ചു വെക്കാൻ പറ്റും? ഇംപ്ലാന്റ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ. ഇംപ്ലാന്റിൻ്റെ ഇമ്മീഡിയറ്റ് ലോഡിങ് പലതരത്തിലാണ് ഇംപ്ലാന്റ് വരും. ഇമ്മീഡിയറ്റ് ലോഡിങ് ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ പല്ലെടുത്ത് അപ്പം തന്നെ നമുക്ക് ഇംപ്ലാന്റ് വെക്കാൻ പറ്റും. അത് എപ്പോഴാണ് അതിന് ലോഡ് ചെയ്യുന്നത്? നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ഒരു ക്രൗൺ പോലെ ഉണ്ടാക്കി വെക്കുന്നതിൽ കുറച്ച് സമയം വ്യത്യാസം വരും. അപ്പോൾ പല്ല് എടുക്കുമ്പോൾ മുമ്പ് തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് അവിടെയുള്ള അസ്ഥിയുടെ ക്വാളിറ്റിയും ഇതൊക്കെ അസസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് ബോൺ ഉണ്ടെങ്കിൽ യങ് പേഷ്യൻ്റൊക്കെയാണ് ഈസി ആയിട്ട് നമുക്ക് ആ പല്ലെടുത്ത സമയത്ത് തന്നെ നമുക്ക് അതിനകത്തേക്ക് ഇംപ്ലാന്റ് വെച്ചിട്ട് പിന്നെ അത് ഇംപ്ലാന്റ് നമ്മൾ ടൈറ്റൻ ചെയ്യുന്ന ഇംപ്ലാന്റ് നമുക്കറിയാം ഒരു സ്ക്രൂ പോലൊരു സാധനമാണ്. ടൈറ്റേനിയം ഒരു സ്ക്രൂ പോലൊരു സാധനമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ടൈറ്റൻ ചെയ്യുമ്പോൾ ആ ടൈറ്റൻ ചെയ്യുന്നതിൻ്റെ ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രെങ്ത് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ഈ ബോണിന് എത്ര ഡെൻസ് ആണെന്നുള്ള നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ടോർക്കിംഗ് ഇത് വെച്ചിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പിറ്റേ ദിവസം തന്നെ ലോഡ് ചെയ്യാൻ പറ്റും. അതേ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണോ, 3 മാസം 4 മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ട അവസരങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ബോണിൻ്റെ ക്വാളിറ്റി നല്ലതല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പല്ലെടുത്ത ഉടനെ തന്നെ ഇംപ്ലാന്റ് വെച്ച് അത് ലോഡ് ചെയ്യുന്നതിലാണ് വ്യത്യാസം. ഇംപ്ലാന്റ് വെക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് ഇംപ്ലാന്റ് വെക്കാന്ന് പറഞ്ഞു. അതുപോലെ അല്ലാതെയും നമുക്ക് വെക്കാൻ പറ്റും. അല്ലാതെ പക്ഷേ നമുക്ക് ഇതിൽ ഏതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് ഡോക്ടറിന് തോന്നുന്നു? ഇത് നമ്മൾ ഇമ്മീഡിയറ്റ് ലോഡിങ് സാധാരണ ചെയ്യുന്നത് മുമ്പിലത്തെ ആൻറ്റീരിയർ ടൂത്തിനാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ ഇമ്മീഡിയറ്റ് ലോഡിങ് മാത്രം ചെയ്യുന്ന ചില സിസ്റ്റങ്ങളുണ്ട്. അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള സിസ്റ്റമുണ്ട്. നമ്മൾ 4-5 മാസം വെയിറ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഐഡിയൽ ആയിട്ടുള്ള ഒരു മെത്തേഡ്. ബോൺ ഫോർമേഷൻ ഒക്കെ ആയതിനു ശേഷം നമ്മൾ ചെയ്യുകയാണ്, ബോൺ ഹീലിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം ചെയ്യുകയാണ് നല്ലത്. പല സമയത്തും നമുക്ക് അതിനുള്ള പേഷ്യൻസിനുള്ള സമയവും ഇതിൻ്റെയൊക്കെ വെച്ചിട്ട് ചെറിയ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇമ്മീഡിയറ്റ് ലോഡിങ്ങിന് വേണ്ടിയുള്ള സിസ്റ്റംസ് ഉണ്ട് ഇപ്പോൾ ഇംപ്ലാന്റ്. അങ്ങനെയുള്ളതും ഉണ്ട്. ശരി ഡോക്ടർ. അതുപോലെ നമുക്കിപ്പോൾ കുറേ ആക്സിഡൻറ്റ് കേസസ് കൂടി വരുന്നുണ്ട്. പല കേസുകളും ഡോക്ടർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഡോക്ടറിന് എന്താണ് തോന്നുന്നത് ഒരു ആക്സിഡൻറ്റ്സ് കൂടുതൽ ഉണ്ടാവാനുള്ള കാരണം? ഇപ്പോൾ ഞാൻ ടൂത്തിനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചോദിക്കുകയാണ്. 2 കാരണങ്ങളാണ്. നമ്മൾ 2 വീലറുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആക്സിഡൻറ്റ്. അതിലേറ്റവും പലതും എനിക്ക് തോന്നുന്നു മുഖത്തുള്ള ഇഞ്ചുറീസ് എങ്കിലും ഹെൽമെറ്റ്, ഫുൾ ഫേസ് ഹെൽമെറ്റ് വെച്ചാൽ നമുക്ക് ആക്ച്വലി പോലീസ് സ്ട്രിക്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് കേസുകൾ കുറയും. നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് പോലീസ് സ്ട്രിക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ കുറയും. ഇപ്പം സ്ട്രിക്റ്റ് ആണ്. ഇപ്പം നമ്മൾ ക്യാമറകളൊക്കെ വന്നതിന് ശേഷം ശരിക്കും ആ ഡിഫറൻസ് ഉണ്ട്. ഹോസ്പിറ്റലിൽ വരുന്ന കാഷ്വാലിറ്റിയിൽ രാത്രി വരുന്ന കേസുകൾ അതേപോലെ തന്നെയാണ് ഡ്രങ്കൺ ഡ്രൈവിങ്ങിൻ്റെ ഒരു ആൽക്കഹോളിൻ്റെ ഇൻഫ്ലുവൻസ്. ഇത് രണ്ടും സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇല്ലാതെയാവും. അതേപോലെ തന്നെ നമ്മുടെ AI ക്യാമറകളെല്ലാം കറക്റ്റായിട്ട് പ്രവർത്തിച്ചാൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം ഇത് ആക്സിഡൻറ്റ്സ് കുറയാൻ പറ്റും.